ഈ മഴക്കാലത്ത് എന്തിനാന്ന് തെണ്ടാൻ പോകുന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ചോദിക്കല്. പക്ഷെ നമുക്ക് അതൊന്നും വിഷയമല്ല. നമ്മിപ്പം പോകുന്നത് മാടേപ്പാറയിലെ ഒരു ഹിഡൻ സ്പോട്ടിലാണ്. ഒരു മഴയെല്ലാം പ്രതീക്ഷിച്ചിട്ട് പോയതാണ്. പക്ഷെ നമ്മ വരുന്നുണ്ട് അറിഞ്ഞോണ്ട് മഴ പോയിട്ട് കാർമേഘം പോലും ഉണ്ടായിട്ടാണ്. വെറുതെ പറഞ്ഞേ കാർമേഘെല്ലാം ആടി ഉണ്ടായിരുന്നു. ഒരു കണക്കിന് മഴയില്ലാത്തതെന്നല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളത് ഈ വ്ളോഗ് ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യൂട്യൂബ് ചാനൽ ഉണ്ട്, തട്ടിക്കൂട്ടി വ്ളോഗ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ പ്രോ ആയിട്ട് വ്ളോഗിങ് ചെയ്യുന്ന ആൾ ഇവള് മാത്രമേ ഉള്ളൂ. ഇവിടെ വരാൻ പോകുന്ന പുതിയ ചാനലിന്റെ ഒരു പ്രൊമോഷൻ കൂടി ആയിക്കോട്ടെ ഈ വീഡിയോ. ആക്ച്വലി ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു വൈബ് അല്ല. സോ നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇപ്പം വ്ളോഗ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് ഒരു നഷ്ടമായിരിക്കും. യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് ചെറിയ ചെറിയ വ്ളോഗ്സ്. അപ്പോൾ നമ്മളൊരു ഹിഡൻ സ്പോട്ട് ആ ചെക്കന്മാരാണ് ഇരിക്കുന്നതിൻ്റെ അങ്ങനെയാണ് നമ്മളിത് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഹിഡൻ സ്പോട്ടിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട്. കാണുമ്പോൾ ചെറിയ പേടിയെല്ലാം തോന്നും. ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി കുറച്ച് സ്റ്റാമിനും പിന്നെ പട്ടാള ക്യാമ്പ് പോലെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരും മിക്കവാറും. ഞാൻ എടുത്തേക്ക് സെക്കൻഡ് ടൈമാ വരുന്നത്. +2 പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം. അങ്ങനെ കുറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ എത്താനായി ഗൈസ്. അന്നേരം കുറെ ആൾക്കാർ തിരിച്ചു കയറുന്നുണ്ടായിന്. അവര് പറഞ്ഞു നോക്കിയിട്ടെല്ലാം ഇറങ്ങിയാൽ മതി. അത് കേട്ടപ്പോ നമ്മ പിടിച്ചു. ഇതിനുള്ളിലേക്ക് കയറിയാൽ എന്താ അവസ്ഥ വെച്ചാൽ വലിയ വലിയ പാറകളും അതിന്റെ ഇടയിലേക്കൂടെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം. ഇതിലേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും സംഭവം അടിപൊളിയാണ്. ഇതിന്റെ ഉള്ളിൽ അങ്ങ് ഒടുക്കത്തെ ചൂടും കൊതുകും പിന്നെ പാറ മൊത്തം വഴുക്കാന്നല്ലോ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിയാ പിന്നെ കാര്യം തീർന്നു. പിന്നെ നമ്മ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും വ്ളോഗും അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് 2 ഏട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടായി. താഴേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വീഡിയോസ് ഒന്നും മര്യാദ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഏട്ടന്മാരുടെ എയർ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിയ പോലെ അത്ര എളുപ്പമല്ല ഗൈസ് തിരിച്ചു കയറാൻ. തിരിച്ചു കയറുമ്പോ പെട്ട അവസ്ഥയാണ്. ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു. അശ്വിനിക്ക് ഫുൾ എന്റർടൈൻമെന്റ് മൂഡായിരുന്നു. ഇവിടെ നേരത്തെ കാലത്ത് മേലെ എത്തി വെറുതെ ഇരിക്കും. ഞാനും സ്നേഹം കഷ്ടപ്പെട്ട് കയറി എങ്ങനെയോ എത്തുവാന്നുള്ളത് മാത്രമേ നമുക്ക് ഉണ്ടായിട്ടു. അങ്ങനെ എങ്ങനെയൊക്കെയോ തിരിച്ചു കയറി. പിന്നെ എന്റെ കുറച്ച് പട്ടിഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞ ഇപ്പാന്ന് കുറച്ച് ശ്വാസം വീണു. ഏതായാലും നല്ലോണം സമയം വൈകി. പിന്നെ നമ്മൾ ഒരു ചായയും കുടിച്ചിട്ട് നടന്ന് തിരിച്ചു പോയി ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.